പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3216 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം പ്രിന്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ പ്രിന്റർ ആദ്യമായിട്ട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അൺബോക്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാതെ നിങ്ങൾ അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ എഞ്ചിനീയർ വന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസും എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കാൻ പാടില്ല. ഓൺലി ഒറിജിനൽ ഇങ്ക് തന്നെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, പ്രിന്ററിന്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിന്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഓഫ് ആയി പോവുകയോ ചെയ്യരുത്. നിങ്ങളൊരു ബാക്കപ്പ് സോഴ്സിലേക്ക് പ്രിന്റർ കണക്ട് ചെയ്യണം. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡെയിലി യൂസേജ് ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും പ്രിന്റർ ഓൺ ആക്കിയിടുകയും ചെയ്യുക. ഈ ഒരു മോഡൽ പ്രിന്റർ ഒരു ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററാണ്. ഇതാണ് നിങ്ങളുടെ സ്കാനർ മൊഡ്യൂൾ വരുന്നത്. നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി സ്കാനറാണ് ഈ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫയൽ ഇവിടെ വെക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നിങ്ങൾ ഡോക്യുമെന്റ് വെക്കേണ്ടത്. ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പാനൽ സ്വിച്ചസ് കാണാൻ സാധിക്കും. ഇവിടെ 4 ബട്ടണാണ് വരുന്നത് മെയിൻലി. ഇതിന് ഇൻപുട്ട് വരുന്നത് USB വഴി മാത്രമേ വരുന്നുള്ളൂ, വൈഫൈ വരുന്നില്ല. USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് പ്രിന്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ പിറകുവശത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ടാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും വരുന്നത്. അപ്പോൾ ഈ 2 കണക്ഷൻ മെത്തേഡാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് തന്നെ ഇങ്ക് ഫില്ല് ചെയ്യാൻ ഒരു മെത്തേഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടാങ്ക് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ക് വാങ്ങുന്ന സമയത്ത് 003 സീരീസ് ഇങ്ക് തന്നെ ചോദിച്ച് വാങ്ങുക. വേറെ സീരീസുകളോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കാൻ പാടില്ല. ഓരോരോ ടാങ്കിൻ്റെ അവിടെയും ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെവൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോരോ ടാങ്കിൻ്റെ അവിടെ ലെവൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്കിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ താഴോട്ട് പോകാൻ പാടില്ല. അവിടെ എത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇങ്ക് ഫില്ല് ചെയ്തിരിക്കണം. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഉള്ളതും ഇല്ലാത്തതും 2 കളറായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇത്ര ഭാഗമാണ് ഉള്ളത്. അത് കുറഞ്ഞ് താഴെ കാണുന്ന ഈ ആരോ മാർക്കിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടി എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ക് വാങ്ങുന്ന സമയത്ത് എപ്സന്റെ L3216 എന്നുള്ള ഇങ്കാണ് വേണ്ടത് എന്നുള്ള ചോദിച്ച് വാങ്ങുക. അല്ലെങ്കിൽ 003 സീരീസ് ഇങ്കാണ് വേണ്ടത്. അപ്പോൾ അത് ആദ്യം ബോട്ടിൽ എടുക്കുന്നു. എന്നിട്ട് ടാങ്ക് ഓപ്പൺ ആക്കുക. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഓരോരോ ടാങ്കിൻ്റെ അവിടെ നിങ്ങൾക്ക് കളർ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ബ്ലാക്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. നേരെ ബോട്ടിൽ എടുത്തുകൊണ്ട് നമ്മൾ ടാങ്കിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു മോഡലിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബ്ലാക്ക് അറിയാതെ നിങ്ങൾ വേറെ ടാങ്കിലൊന്നും ഇങ്ക് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മളിപ്പോൾ ബ്ലാക്കിൻ്റെ ബോട്ടിൽ എടുത്തുകൊണ്ട് നമ്മൾ സിയാനിലോ മജന്തയിലോ യെല്ലോയിലോ അതിലെവിടെയെങ്കിലും കൊണ്ടുകൊണ്ട് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. ഓരോന്നിനും ഓരോരോ ലോക്ക് സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഫില്ല് ചെയ്താണ്ട് ഇതേപോലെ ടാങ്ക് ക്ലോസ് ചെയ്യണം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ സ്വിച്ചുകൾ വരുന്നത്. ഇത് പവർ ബട്ടണാണ് ആദ്യം വരുന്നത്. ഓൺ ഓഫും ചെയ്യാനുള്ള ബട്ടണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നത് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിന്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായി വരുന്നത് ഫോട്ടോസ്റ്റാറ്റിൻ്റെ 2 ബട്ടനാണ് വരുന്നത്. ബ്ലാക്ക് മെൻഷൻ ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ്, നീല കളറിലുള്ളത് കളർ ഫോട്ടോസ്റ്റാറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 ബട്ടനാണ് വരുന്നത്. പിന്നെയുള്ള ലാസ്റ്റ് കാണുന്നത് നിങ്ങൾക്ക് റീസെറ്റ് സ്റ്റോപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 വാണിംഗ് മെസ്സേജുകളുടെ ഇൻഡിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ബട്ടനാണ് ഈ ഒരു മോഡൽ പ്രിന്ററിന് വരുന്നത്. ഇനി പ്രിന്റ് ചെയ്യാൻ വേണ്ടി പേപ്പർ ലോഡ് ചെയ്യുന്നത് പ്രിന്ററിൻ്റെ പിറകു വശത്താണ്. റിയർ ട്രേ ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഇവിടെയാണ് പേപ്പർ വെക്കേണ്ടത്. അത് നമ്മൾ ഈ ട്രേ ഓപ്പൺ ചെയ്യുക. ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ പേപ്പർ വെക്കാൻ പാടുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. ഈ അഡ്ജസ്റ്റർ ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ മാത്രം ട്രയൽ വെക്കുക. എന്നിട്ട് അഡ്ജസ്റ്റർ ഫ്രീ ആക്കി വെക്കുക. പ്രിന്റ് ചെയ്ത് പുറത്തോട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി വെക്കാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം എങ്ങനെയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു പേപ്പർ ഇവിടെ പിക്കപ്പ് ട്രയൽ വെക്കുക. ഞാനിപ്പോൾ ഒരു സാമ്പിളിനൊരു പേപ്പർ വെക്കുന്നു. ബെൻഡ് കാര്യമൊന്നും ഉണ്ടാവരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള ഡോക്യുമെൻ്റ് എടുക്കുക. അത് നമ്മൾ നേരെ, ഇതാണ് സ്കാനർ വരുന്നത്, സ്കാനർ ഗ്ലാസ് വരുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് എന്ത് ചെയ്യുക, ഇവിടെ കറക്റ്റാക്കി വെക്കുക. ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്കിനനുസരിച്ചാണ് വെക്കേണ്ടത്. മറ്റു കോർണറിലേക്കൊന്നും വെക്കാൻ പാടില്ല. കാരണം ഇവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതിനുശേഷം സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ 2 സ്വിച്ചുകൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് ആ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് 12-15 കോപ്പി വരെ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 കോപ്പി വരെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരുമിച്ച് കണ്ടിന്യൂ ആയിട്ട് 15 തവണ പ്രസ് ചെയ്താണ് കൈയെടുത്ത് കഴിഞ്ഞാൽ 15 പേജ് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വരുന്നതാണ്. അത് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ്, ഹിഡൻ ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സാണ്. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റാണ് കൊടുത്തത്. അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ വെച്ച അതേ ഡോക്യുമെൻ്റ് തന്നെയാണ് ഇവിടെ ഫോട്ടോസ്റ്റാറ്റായിട്ട് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫോട്ടോസ്റ്റാറ്റ് വരുന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാകും, നമ്മൾ ID കാർഡ്, ലൈസൻസ്, ആധാർ കാർഡ് പോലെ 2 സൈഡും അങ്ങനെ സിംഗിൾ പേജിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം എന്നുള്ളത്. അത് നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ട്രയൽ സിംഗിൾ പേപ്പർ വെക്കുക. ശേഷം നമ്മുടെ കയ്യിലുള്ളൊരു ID കാർഡ്, ആധാർ കാർഡ്, ലൈസൻസ് ഏതാണുള്ളത് അതെടുക്കുക. ഞാനിപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടി ഉണ്ടാക്കിയൊരു ചെറിയൊരു കാർഡാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് ആദ്യം വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ വെക്കാം, അതേപോലെ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രിൻ്റ് ഔട്ട് വേണ്ടത് ആ രീതിയിലാണ് വെക്കേണ്ടത്. അത് വെച്ചതിന് ശേഷം ജസ്റ്റ് സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ ബ്ലാക്ക് ആണോ കളർ ഏതാ വേണ്ടത് ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നേരെ സ്കാൻ ചെയ്താണ്ട് പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേപ്പർ വരുന്ന സമയത്തൊന്നും ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്, നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ തന്നെ ആയിരിക്കണം. പ്രിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ ആ പേപ്പർ എടുക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, പ്രിൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരെ പേപ്പർ എടുത്തുകൊണ്ട് നേരെ നമ്മൾ വീണ്ടും ആ ട്രയൽ കറക്റ്റായിട്ട് വെക്കുക. ബെൻഡ് കാര്യങ്ങളൊന്നും ആവാത്ത രീതിയിൽ വെക്കുക. കണ്ടില്ലേ, അതേപോലെ തന്നെ വെക്കുക. ശേഷം നമ്മൾ സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ വെച്ച ഇത്രയും ഭാഗമാണ് നമ്മളിപ്പോൾ സ്കാൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പിറക് നമ്മുടെ ഡോക്യുമെൻ്റ് പിറക് വശം നേരെ അവിടെ A4 മാർക്കിന് പുറത്ത് പോകാത്ത രീതിയിൽ ഇവിടെ A4 മാർക്കിങ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പുറത്ത് പോകാത്ത രീതിയിൽ വെക്കുക. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കളറാണോ ബ്ലാക്ക് ആണോ ഏതാ വേണ്ടത് ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ID കാർഡ്, ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ് പോലത്തെ 2 സൈഡും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് സ്കാനിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സ്കാനിങ് ചെയ്യാൻ ആദ്യം സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് നേരെ സ്കാനർ യൂണിറ്റിൽ വെക്കുന്നു. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറിൽ എപ്സൺ സ്കാൻ 2 എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യേണ്ടത്. ഇതാണ് സ്കാൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധ്യതയുണ്ട്, കുറേ സെറ്റിങ്സുകൾ വരുന്നുണ്ട്. ഇവിടെ ഡോക്യുമെൻറ്റ് സൈസ് A4 ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇമേജ് ടൈപ്പ് എങ്ങനെ വേണമെന്നുള്ളത്, കളർ വേണോ, ഗ്രേ സ്കെയിൽ വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നോർമലി കളർ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ റെസൊല്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് 200 ഡിഫോൾട്ടായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് 1200 വരെ റെസൊല്യൂഷനിൽ സ്കാൻ ചെയ്യാൻ സാധിക്കും. റെസൊല്യൂഷൻ കുറച്ചും സ്കാൻ ചെയ്യാൻ സാധിക്കും. ഏറ്റവും ബെറ്റർ 200 സ്കാൻ ചെയ്യുന്നതാണ്. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അതായത് നമ്മളൊരു PDF-ൽ 2-3 പേജസ് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അത് ഒറ്റ സിംഗിൾ ഫയലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് PDF എങ്കിൽ PDF, JPEG ആണോ, PNG ആണോ, TIFF ആണോ ഏതോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫറിനും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഫയൽ നെയിം ഇങ്ങനെ ഒരു പേരിലായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്താൽ പിന്നെ ആ ഒരു പേരിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ താഴോട്ട് പോകുന്ന സമയത്ത്
സെലക്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ പിന്നീട് നിങ്ങൾ സ്കാൻ ചെയ്യുന്ന ഫയലുകളെല്ലാം ആ ലൊക്കേഷനിലായിരിക്കും സേവ് ആവുക. പിന്നെ പ്രിവ്യൂ സ്കാൻ കണ്ട ഓപ്ഷൻ ഉണ്ട്. നോർമലി നമ്മൾ ഡോക്യുമെൻറ്റ് വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്ട് ഈ സ്കാൻ ആണ് കൊടുക്കേണ്ടത്. ആ സ്കാൻ കൊടുക്കുന്നതോടുകൂടി സ്കാൻ ചെയ്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞ ഫോട്ടോയിൽ അത് സേവ് ആവുന്നതാണ്. അതും PDF ഫോർമാറ്റിൽ അന്നത്തെ ഡേറ്റ് വെച്ചുകൊണ്ടുള്ളൊരു പേരായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും പ്രിവ്യൂ എന്ന ഓപ്ഷന്. പ്രിവ്യൂ യൂസ് ചെയ്യുന്നത് നമുക്ക് വെച്ച മാറ്റർ ക്രോപ്പ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ ഒരു സാമ്പിളിന് ജസ്റ്റ് പ്രിവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ വെച്ച ഡോക്യുമെൻറ്റിൻ്റെ ഇവിടെ ഒരു ഇമേജ് ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഏത് ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ വെക്കുന്ന ഡോക്യുമെൻറ്റും ആ ഒരു സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സ്കാൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്ട് താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. നേരെ സ്കാൻ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് സേവ് ആവുന്നതാണ്. ഇതാണ് നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ. ഓക്കെ, ഇനി ഈ ടിക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ടിക്ക് ചെയ്യുന്നു, എന്നിട്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏത് ഫോർമാറ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. PDF മാത്രമേ ഇത് കഴിയുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിനുശേഷം ജസ്റ്റ് സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യത്തെ പേജ് ഒന്ന് സ്കാനിങ് ആവും. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് വരുന്നതാണ്, നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതേപോലെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. സേവ് ചെയ്യണമെങ്കിൽ സേവ് കൊടുക്കുക, ഇനി ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പിന്നെ ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഡോക്യുമെൻ്റ് അവിടെ സ്കാനർ ഗ്ലാസ്സിൽ വെക്കുന്നു, എന്നിട്ട് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇത് മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് നമ്മളെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ് നമ്മളെ കയ്യിലുണ്ട്. അത് ഒറ്റ PDF ഫയലായിട്ട് അതിൻ്റെ അകത്ത് 1, 2, 3 അങ്ങനെ 1 by പേജായിട്ട് വരണമെന്ന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺടിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കാൻ കൊടുക്കാവുന്നതാണ്. ഞാൻ വീണ്ടും ആഡ് എന്ന് കൊടുത്തപ്പോൾ വീണ്ടും സ്കാനിങ് നടക്കുന്നുണ്ട്, സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും അതേ മെസ്സേജ് വരുന്നതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അറിയില്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് എന്ന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സേവ് എന്ന് കൊടുക്കുക. മസ്റ്റായിട്ട് സേവ് എന്ന് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് സേവ് ആവുകയുള്ളൂ. ഓക്കെ, സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ അത് സേവ് ആവുന്നതാണ്. എന്നിട്ട് ഞാൻ ആ ഫയൽ ഓപ്പൺ ആക്കി തരാം. യെസ്, ഇവിടെ കണ്ട നിങ്ങൾക്ക് ആ സൈസ് വ്യത്യാസം തന്നെ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പേജാണ് കണ്ടിരുന്നത്, ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 of 2 ആണ് കാണിക്കുന്നുണ്ട്. നമ്മൾ 2 തവണ സ്കാൻ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. ഇത് ഫസ്റ്റ് പേജ്, ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് സെക്കൻഡ് പേജായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് പ്രിൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഈ ട്രയൽ നമുക്ക് ആവശ്യമുള്ള പേജസ് വെക്കുക. പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ പ്ലെയിൻ പേപ്പർ വെക്കുക. ഇൻ കേസ് നിങ്ങൾ സ്റ്റുഡിയോ പർപ്പസിന് വേണ്ടി ഗ്ലോസി പേപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വെക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഏത് സൈസാണോ ആ സൈസിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പ്രിൻറ്റ് ചെയ്തപ്പോൾ പുറത്തോട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു കീബോർഡിൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തൊരു കളർ ഡോക്യുമെൻ്റ് ആണ്. നോർമൽ കേസിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് കീ ആയിട്ട് Ctrl+P യൂസ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ആ സോഫ്റ്റ്വെയറിൽ ഇവിടെ എവിടെയെങ്കിലും പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിൻ്ററിൻ്റെ പേരും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പ്രിൻ്ററിൻ്റെ പേര് 321615 എന്നാണെങ്കിലും ഇത് സോഫ്റ്റ്വെയറിൽ 3210 എന്നായിരിക്കും ഉണ്ടാവുക. നോർമൽ കേസിൽ നമ്മൾ ആ പ്രിൻറ്റിൻ്റെ അവിടെ പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ അഡ്വാൻസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ Ctrl+P അല്ലെങ്കിൽ ഇവിടെ പ്രിൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ അതിൻ്റെ ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ് സൈസാണ്, ഏത് സൈസിലാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, A3 A3+ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളിവിടെ A4 ആണെങ്കിൽ A4 സെലക്ട് ചെയ്യുക. ഓറിയൻറ്റേഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അത് പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴെ പേപ്പർ ടൈപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ട്രയൽ ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചത് എന്നുള്ള ഈ സെറ്റിങ്സിൽ നമ്മൾ പ്രിൻ്ററിന് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ ആ രീതിയിൽ മാത്രമേ പ്രിൻറ്റ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഗ്ലോസി പേപ്പറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്സം പ്രീമിയം ഗ്ലോസി എന്നുള്ളത് മസ്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ഇനി അതല്ല സാധാ പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ പ്ലെയിൻ പേപ്പർ ആണെന്നുള്ളത് സെലക്ട് ചെയ്യുകയും വേണം. പിന്നെ അതിൻ്റെ താഴെ ക്വാളിറ്റി കാണാൻ സാധിക്കും. നോർമലി സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് പ്രിൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡ്രാഫ്റ്റിലാവുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിക്കാരം, കൂടുതൽ മൈലേജ് ഉണ്ടാവും ഇങ്കിന്, പക്ഷേ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഇനി നോർമലി സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ ഹൈ ആണ്. ഹൈൻ്റെ ഗുണമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മാക്സിമം ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ പ്രിൻറ്റിങ് സ്ലോ ആയിരിക്കും, പെട്ടെന്ന് വാശി കഴിയാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റി പെട്ടെന്ന് കിട്ടുന്നതാണ്, നല്ല ക്വാളിറ്റി കിട്ടുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റിലേക്ക് പോകുന്തോറും ക്വാളിറ്റി കൂടും, ലെഫ്റ്റിലേക്ക് വരുന്തോറും സ്പീഡും കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ കളറും ഏത് മോഡാണ് വേണ്ടതെന്ന്, കളർ മോഡാണ് വേണ്ടത്, ഗ്രേ സ്കെയിലാണ് വേണ്ടതെന്നുള്ള ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം താഴെ ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും 2 സൈഡ് പ്രിൻറ്റിങ് എന്നുള്ളത്. അത് ഈ മോഡലിൽ ഓട്ടോമാറ്റിക് ഇല്ല, മാനുവലായിട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ജസ്റ്റ് പ്രിൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻറ്റിങ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതേപോലെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. പ്രിൻ്ററിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തുള്ള ആപ്സിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീയിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. അതേപോലെ തന്നെ പ്രിൻ്റർ നിങ്ങൾക്ക് ഡെയിലി യൂസേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും പ്രിൻ്റർ ഓൺ ആക്കി ഇടുക. എത്രത്തോളം നിങ്ങൾ ഹെവി യൂസേജ് ചെയ്യുന്നു അത്രത്തോളം കൂടുതൽ പെർഫെക്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. യൂസേജ് കുറയുമ്പോഴാണ് മെയിൻ്റനൻസ് കൂടുക. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.